എല്ലാവർക്കും നമസ്കാരം. പീരീഡ്സ് വന്നാൽ തമ്മിൽ കലഹം എന്നുള്ള പേരിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് ധാരാളം പേര് കാണുകയുണ്ടായി. 2 മില്യണിലധികം ആൾക്കാർ കണ്ടു. അതിന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു. അതേപോലെ പുതിയ സബ്സ്ക്രൈബേഴ്സും ധാരാളം വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വിഷയത്തിൽ പീരീഡ്സ് ആണുങ്ങൾക്കും വരുന്നുണ്ട് എന്നുള്ളത് പഴയ നമ്മുടെ യോഗിക് ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നൂറ്റാണ്ടുകളായിട്ട് ആണുങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. കാരണം ആണുങ്ങളുടെ പീരീഡ്സ് ശാരീരികമല്ല, അത് മാനസികമായിട്ടുള്ള മൂഡിലുള്ള എഫക്റ്റുകളാണ്. മൂഡ് ഇറിറ്റബിളാകുക, മൂടിയാകുക, മൂഡ് സ്വിങ്ങുകൾ ഉണ്ടാകുക, ഡിപ്രഷൻ ഉണ്ടാവുക, ദേഷ്യം ഉണ്ടാവുക, ഇവയെല്ലാം മാസത്തിലെ അവസാന ദിവസങ്ങളിലോ ആദ്യത്തെ ദിവസങ്ങളിലോ ചുരുങ്ങിയത് 3 ദിവസവും അല്ലെങ്കിൽ 4 ദിവസം വരെ സ്ത്രീകളുടേതുപോലെ തന്നെ ഒരവസ്ഥയിൽ ബ്ലഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും മാനസികമായിട്ട് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് പ്രകാരം അതിൻ്റെ ഹോർമോണൽ ചേഞ്ചസ് പ്രകാരം മാനസികമായി ബാധിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് ഈവൻ സയൻറ്റിഫിക് എവിഡൻസ് പോലും ഉണ്ട്. പക്ഷേ ഈ പീരീഡ്സ് സ്ത്രീക്കും പുരുഷനും മാസത്തിൽ ഒരേ സമയമാണ് വരണമെങ്കിൽ സ്ത്രീയുടെ മൂഡ് വളരെ ഡിസ്ട്രക്റ്റീവായിരിക്കും. കാരണം അവളുടെ ഊർജം പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ അവൾ ഭയങ്കര ഡിസ്ട്രക്റ്റീവായിരിക്കും. അതേസമയം തന്നെ പുരുഷനും പീരീഡ്സ് വരികയാണെങ്കിൽ ആ ദമ്പതികൾ തമ്മിൽ നല്ലധികം തർക്കം ഉണ്ടാവാനും കലഹങ്ങളുണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ്. കാരണം രണ്ടുപേരുടെയും മൂഡ് ഡിപ്രസ്ഡാണ്. ഒരാൾക്കതറിയാം, ആണിന് അതറിയാൻ പറ്റുന്നില്ല. അവന് ആഴത്തിൽ അവബോധമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഈ പീരീഡ്സ് ഉള്ള കാര്യം അവൻ അറിയുന്നുള്ളൂ. അല്ലെങ്കിൽ എന്താണ് അവൻ ഈ ഡൗണായി പോകുന്നത്, മൂഡ് സ്വിങ്ങായി പോകുന്നത്, ഡിപ്രസീവ് ആവുന്നത്, ദേഷ്യം വരുന്നത് എന്ന് പോലും അവൻ അറിയുന്നില്ല. ഇതേ സമയം സ്ത്രീക്കും പീരീഡ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഇവർ തമ്മിൽ നല്ലൊരു കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി തിരിച്ചറിയണമെങ്കിൽ പുരുഷൻ മാസത്തിൽ അത് ഏതൊക്കെ ദിവസമാണെന്ന് അറിയാൻ വേണ്ടി എല്ലാ ദിവസവും ഒരു 3 മാസക്കാലത്തേക്ക് നോട്ട് ചെയ്തൊരു ഡയറിയിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ മാസത്തിൽ ഏതാണ് ആ 3 ദിവസം കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ഒരു പക്ഷേ കഴിയുള്ളൂ. അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാലുള്ളൊരു ബലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ, കലഹങ്ങളും വലിയ പ്രശ്നങ്ങളും ഗൃഹത്തിലുണ്ടാവുന്നത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. കാരണം ആ സമയം ഒന്നുകിൽ സ്ത്രീ മാറിയിരിക്കുകയും നിശബ്ദയാവുകയും ഏതെങ്കിലും വർക്കിലൊക്കെ ഏർപ്പെടുകയും ചെയ്താൽ അകന്നു നിൽക്കുന്ന പുരുഷനും ഇത് തമ്മിൽ ഒരു പ്രശ്നമില്ലാതെ അകലാനും അവർ തമ്മിൽ കലഹിക്കാതിരിക്കാനും ഒക്കെ ഇടവരും. അങ്ങനെ ആ സമയത്ത് പുരുഷന് മാറി നിൽക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന ഡിസ്ട്രക്റ്റീവ് ആവുന്ന പല പ്രശ്നങ്ങൾക്കും ഈ മൂഡ് വേരിയേഷൻസ് ബാധകമാവാം. 2002 ഡോക്ടർ ജെറാൾഡ് ലിങ്കൺ എന്ന് പറഞ്ഞ എൻഡോക്രൈനോളജിസ്റ്റ് ഈ ടെസ്റ്റോസ്റ്ററോണിലുണ്ടാകുന്ന റൈസും ഫാളും ചില മാറ്റങ്ങൾ അവൻ്റെ മൂഡിൽ ദേഷ്യം, വിഷമം, മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, ആൻസൈറ്റി തുടങ്ങിയ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടെത്തി. ഇതേപോലെ തന്നെ 1998 മറ്റ് റിസർച്ചുകളിലുമെല്ലാം ഇതേപോലത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1999 ടെസ്റ്റോസ്റ്ററോൺ ലെവല് മാറുന്നതനുസരിച്ച് അതിനൊരു ഡിക്ലൈനും അതിനൊരു റൈസും മാസത്തിൽ ചില ദിവസങ്ങൾ ഉണ്ടാകുന്നതായിട്ടും പുരുഷനിൽ അത് മാനസികമായി ഒരുപാട് ആൻസൈറ്റി, ഡിപ്രഷൻ, ഇറിറ്റബിലിറ്റി ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കണ്ടെത്തി. ഇതിനെ മെയിൽ മെൻസ്ട്രൽ സൈക്കിൾ പ്രകാരം ഇറിറ്റബിൾ സിൻഡ്രോം എന്ന് വിളിക്കാം. മെയിൽ ഇറിറ്റബിൾ സിൻഡ്രോം എന്നിതിനെ നമുക്ക് വിളിക്കാം. ഇതിനും വളരെ കാലങ്ങൾക്ക് മുമ്പ് 1990 മുമ്പ് ചെക്കോസ്ലോവാക്യയിലും ഇതേപോലൊരു ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസിലൊരു പഠനം നടത്തി. പുരുഷന്മാരിലുണ്ടാകുന്ന ഈ കലഹ സ്വഭാവം അല്ലെങ്കിൽ ഈ 3 ദിവസത്തേക്ക് അവനറിയാതെ അവൻ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഒരു പഠനം നടത്തി തെളിയുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷമം ഉള്ളതായിട്ട് അവൻ അറിയുന്നേയില്ല. നൂറ്റാണ്ടുകളായി അവനോട് ആരും പറഞ്ഞിട്ടില്ല, അവൻ അറിയുന്നില്ല, അവൻ സ്വയം നോക്കുന്നില്ല. പക്ഷെ അവൻ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് ശാസ്ത്രീയമായിട്ട് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞു. ഭാരതീയ ഋഷിമാർ ഇത് മുമ്പേ തിരിച്ചറിഞ്ഞിരുന്നു, പ്രതിപാദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. പക്ഷെ നമ്മളാരും അറിയാതെ പോയി.
ഈ സമയം അവനെ സ്ത്രീയെപ്പോലെ രക്തസ്രാവമോ അങ്ങനെ ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ഈ ഹോർമോണൽ റിലീസ് ബ്ലഡിൽ ഉണ്ടാവുകയും ആ 3-4 ദിവസങ്ങൾ അവൻ മാനസികമായിട്ട് വളരെ ഡിപ്രസീവും ഇറിറ്റബിളായി കാണപ്പെടും. ചിലർ വയലൻ്റായി കാണപ്പെടും. ഈ സമയം അവൻ നിശബ്ദനാവുകയോ മെഡിറ്റേഷൻ പരിശീലിക്കുകയോ ഏതെങ്കിലും വർക്കുകളിലൊക്കെ ഏർപ്പെടുകയോ ആണ് നല്ലത്. അതേപോലെ തന്നെ സ്ത്രീയും ഈ സമയം ഏതെങ്കിലും വർക്കുകളിലൊക്കെ ഏർപ്പെടുകയോ അകന്നിരിക്കുകയോ നിശബ്ദമായിരിക്കുകയൊക്കെയാണ് ഏറ്റവും നല്ലത്. ഇത് ബോഡി മൈൻഡിൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ, പ്രകൃതിയുടെ ഒരു പ്രവർത്തനമാണ്. അത് പുരുഷനിലും സ്ത്രീയിലും ഒരേപോലെ നടക്കുന്നുണ്ട്. ഒന്ന് ബയോളജിക്കലാണ്, മറ്റൊന്ന് സൈക്കോളജിക്കലാണ് എന്ന് മാത്രം. അപ്പോൾ ഇവ രണ്ടും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ഡിപ്രസീവ് മൈൻഡ് കൂടി അവരറിയാതെ തന്നെ തമ്മിൽ തല്ലുകയും തർക്കം ഉണ്ടാവുകയും കലഹം ഉണ്ടാവുകയൊക്കെ സർവ്വസാധാരണമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതറിയുന്നില്ല. ടെസ്റ്റോസ്റ്ററോണാണ് പുരുഷൻ്റെ കീ ഹോർമോൺ. അതിൻ്റെ റൈസും ഫാളും ഉണ്ടാവുമ്പോൾ മാനസികമായിട്ട് ഈ ഇറിറ്റബിൾ സിൻഡ്രോം അവന് സംഭവിക്കുന്നു. അവൻ്റെ പീരീഡ്സ് കൂടുതലും സൈക്കോളജിക്കലാണ്, സ്ത്രീയുടെ പീരീഡ്സ് ബയോളജിക്കലാണ്. ഈ അൺനോൺ ബയോളജിക്കൽ സൈക്കിൾ 4 ദിവസത്തേക്ക് പുരുഷനുണ്ടാവും. അത് മാസം അവസാനമാണോ ആദ്യമാണോ എന്നുള്ളത് ഓരോരുത്തരുടെയും വേറെ ആയിരിക്കും. അവരവരത് സ്വയം കണ്ടെത്തിയാൽ അവർക്ക് ജീവിതത്തിൽ വളരെയധികം വിജയം ഉണ്ടാവും. ഈ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് ആണിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. വുമൺസിൻ്റെ പീരീഡ് എക്സ്പ്രസ്ഡ് ആയില്ലെങ്കിൽ ആ സർജ് ഓഫ് എനർജി വളരെ ഡിസ്ട്രക്റ്റീവ് എനർജി ആയിട്ട് മാറും. ഈ അടിച്ചമർത്തിയ അമർഷങ്ങളാണ്, സംഘർഷമാണ് പുറത്തുണ്ടാകുന്നത്. അകത്ത് ആ സംഘർഷം കിടക്കുന്നതുകൊണ്ടാണ് പുറത്ത് ഇത്രയധികം ഫൈറ്റുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ പുരുഷൻ ഇത് വന്നാൽ എങ്ങനെ കണ്ടെത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എല്ലാ ദിവസത്തെയും അവൻ്റെ മൂഡുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. മാസത്തിൽ എപ്പോഴാണ് അവൻ ഇറിറ്റബിൾ ആവുന്നത്, കൂടുതൽ ദേഷ്യ സ്വഭാവമുള്ളത്, അല്ലെങ്കിൽ ആൻസൈറ്റി, ഡിപ്രഷൻ, മൂഡ് സ്വിങ്ങുകളുള്ളത്, അല്ലെങ്കിൽ ചിലർക്ക് വയലൻസ് ഉള്ളത്, അത് നോട്ട് ചെയ്യാൻ ചിലപ്പോൾ മാസങ്ങളെടുത്തേക്കാം, 3 മാസത്തേക്ക് എടുത്തേക്കാം, അല്ലെങ്കിൽ ചിലർക്ക് 1 മാസം കൊണ്ട് കഴിഞ്ഞേക്കാം. അപ്പോൾ മാസത്തിലാദ്യമാണോ, മാസത്തിൽ 28 ദിവസം കഴിഞ്ഞിട്ടുള്ള പ്രത്യേകിച്ച സമയങ്ങളാണോ എങ്കിൽ ഡയറിയിൽ നോട്ട് ചെയ്ത് ഓരോ ദിവസവും വച്ചാൽ മാസത്തിൽ അത് ഏത് ദിവസമാണ് എത്ര കഠിനമായി ഫീൽ ചെയ്യുന്നതെന്ന് കണ്ടെത്താൻ കഴിയും. അങ്ങനെ സൈക്കോളജിക്കലായിട്ടുള്ള ആ മെയിൽ ഇറിറ്റബിൾ സിൻഡ്രോം പീരീഡ് ദിവസങ്ങൾ പുരുഷനുണ്ടെന്നുള്ള സയൻറ്റിഫിക് എവിഡൻസ് ലഭിച്ച കാര്യം നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടാനേ കഴിയുള്ളൂ. അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൂഡുകൾ വാച്ച് ചെയ്യാനും ആ ദിവസങ്ങളിൽ മാറിയിരിക്കാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്ന് ചെയ്യാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. അന്നത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്യാനോ തീരുമാനമെടുക്കാനോ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ പോവാതിരിക്കുക എന്നല്ല. കാരണം മിക്കവാറും അതെല്ലാം തെറ്റിപ്പോയിട്ടേ ഉള്ളൂ. ആ ദിവസങ്ങൾ നമ്മൾ അറിയാറില്ല തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ പരാജയമാവും. കാരണം നമ്മൾ ഉദ്ദേശിച്ചൊരു കൺട്രോൾ ഓഫ് മൈൻഡിലല്ല അന്ന് മനുഷ്യനിരിക്കുന്നത്. അത് പ്രകൃതിയുടെ ഒരു പ്യൂരിഫിക്കേഷനാണ്, മെൻ്റൽ ഫിസിക്കൽ പ്യൂരിഫിക്കേഷനാണ്. അത് തന്നെയാണ് സ്ത്രീക്ക് നടക്കുന്നത്. ഈ 2 സമയങ്ങൾ വളരെ പ്രകൃതിയുടെ പ്യൂരിഫിക്കേഷൻ സമയങ്ങളാണ്, അശുദ്ധികളല്ല. അപ്പോൾ ആ സമയം നമ്മൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് വളരെ എഫിഷ്യൻറ്റും വളരെ പവർഫുള്ളാവാനും കഴിയും. അതേപോലെ തന്നെ പല കലഹങ്ങൾ മാറ്റാനും നമുക്കതുകൊണ്ടാകും. അപ്പോൾ ഈ വൈറൽ വീഡിയോയിൽ നിങ്ങൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തു, വളരെ സന്തോഷം. അതേപോലെ തന്നെ പലരും പല ചോദ്യങ്ങൾ ചോദിച്ചു. അതിനെല്ലാത്തിനും ഒരുവിധമൊക്കെ റിപ്ലൈ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനിയും അങ്ങനത്തെ ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അയക്കാം. അതേപോലെ 10-25 വർഷമായി ഇവിടെ മെഡിറ്റേഷൻ, പല ക്രിയകളും ബോഡിക്കും മൈൻഡിനും സ്പിരിറ്റിനും വേണ്ട ശാസ്ത്രീയമായ ക്രിയകൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് പങ്കാളിയാവാൻ താല്പര്യമുണ്ടെങ്കിൽ പീരീഡ്സ് സംബന്ധമായിട്ടുള്ള എക്സസീവ് പീരീഡ്സ് വരാതിരിക്കുക, മരുന്നെല്ലാം കഴിച്ചിട്ടും ഭേദമാവാതിരിക്കുക, മാനസികമായ അസ്വസ്ഥതകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിപ്പോൾ പുരുഷനായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറ്റി തീർക്കാനും അതിൻ്റെയും ബിയോണ്ട് പോയി ആധ്യാത്മികമായ അനുഭവം ലഭിക്കാനുമൊക്കെ ഉള്ള പരിശീലനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്കും പങ്കെടുക്കാം. എല്ലാവർക്കും സ്വാഗതം. തുടർന്നും
ഇതേപോലത്തെയുള്ള ടൈംലെസ് സീക്രട്ടുകൾ മേഷം ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ തുടർന്നുള്ള ഇൻഫർമേഷൻ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം.